തിയേറ്ററുകൾ നമ്മൾ കല്യാണ മണ്ഡപങ്ങളാക്കി കളയാം എന്ന് വിചാരിക്കുന്ന സമയത്താണല്ലോ ഈ വലിയ നേട്ടം നമുക്കുണ്ടായിരിക്കുന്നത്. മലയാള സിനിമയുടെ മൊത്തം കളക്ഷൻ്റെ 50% വിദേശത്ത് നിന്ന് വരുന്നു എന്നുള്ള വളരെ ആഹ്ലാദകരമായിട്ടുള്ള വാർത്ത. ആടുജീവിതം 9 ദിവസം കൊണ്ട് 100 കോടി കടന്നു എന്നുള്ള വാർത്ത. അതുപോലെ ഫഹദിൻ്റെ ആവേശം ഓരോ ദിവസവും ബോക്സ് ഓഫീസിൽ 3 കോടിക്ക് മുകളിൽ വീണു എന്നുള്ളത്. ഇപ്പോൾ ലഭ്യമാകുന്ന മറ്റു വിവരങ്ങൾ അനുസരിച്ച് നോക്കിയാൽ മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ഈ വർഷം ഏറ്റവും അധികം പണം നേടിയ സിനിമയായി മാറിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് തമിഴ് സിനിമ വാരിക്കൊണ്ടു പോകുന്ന പണം നമുക്ക് തിരികെ കിട്ടുന്നു എന്ന്, അല്ലെങ്കിൽ തിരികെ കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത് ലിബർട്ടി ബഷീർ. അപ്പോൾ നമ്മുടെ തിയേറ്റർ വ്യവസായം ഇനി യഥാർത്ഥത്തിൽ അടച്ചുപൂട്ടലിലേക്കാണോ അതോ മുന്നോട്ടേക്കാണോ? തീർച്ചയായും തിയേറ്റർ വ്യവസായം മുന്നോട്ടൊക്കെ തന്നെ പോയി കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ തന്നെ ഇപ്പം ഞാൻ തലശ്ശേരി വിട്ടിട്ട് കണ്ണൂർ തിയേറ്റർ എടുത്ത്, കണ്ണൂർ വീണ്ടും 2 തിയേറ്റർ എടുക്കേണ്ട പ്ലാനിങ് ഉണ്ട്. ലിസ്റ്റും തന്നെ കണ്ടമാനം തിയേറ്റർ എടുത്തോണ്ടിരിക്കുകയാണ്. 25-30 തിയേറ്ററായി, 100 തിയേറ്റർ തേക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഇറങ്ങിയാണ്. ഇപ്പോൾ കണ്ടമാനം തിയേറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കും, തിയേറ്ററിൽ ഫില്ലാകുകയും ചെയ്യും. കാരണം പണ്ടൊക്കെ 14 തിയേറ്റർ റിലീസ് ചെയ്ത സ്ഥാനത്ത് പിന്നെ നമ്മുടെ കാലത്ത് 71 റിലീസായി. ഇപ്പൊ 100-200 തിയേറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്, 300 തിയേറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തിയേറ്റർ ഇപ്പൊ പടം റിലീസ് ചെയ്യാൻ വേണ്ടി തിയേറ്റർ കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പൊ പ്രസന്റ് ഉള്ളത്. ഇപ്പൊ ഒന്നാമത് വെക്കേഷനാണ്. ഈ 2 മാസം മലയാള സിനിമന്റെ ഏറ്റവും എല്ലാ കാലത്തും ഈ മാർച്ച് ഏപ്രിൽ മെയ് ഈ 3 മാസത്തിന്റെ അവസാനം മുതൽ ഏപ്രിൽ മെയ്യിലാണ് മലയാള സിനിമന്റെ ഏറ്റവും നല്ല സമയം, വെക്കേഷൻ സമയം. കഴിഞ്ഞ വർഷം മാത്രമാണ് മോശമായിട്ടില്ല. ഇപ്രാവശ്യം ഉള്ള ഗുണം കിട്ടിയത് റംസാനും വിഷു എല്ലാം ഒന്നിച്ച് വന്നിട്ട് ഒരു ആഘോഷമായിട്ട് മാറി. അത് ഇൻഡസ്ട്രിക്ക് ഏറ്റവും ഗുണം ചെയ്ത കൊല്ലാതെ ഈ കൊല്ലം അങ്ങനെ വളരെ അപൂർവം. എനിക്ക് വന്ന് ഒരു 1987 ഇങ്ങനത്തെ വിഷുവും റംസാനും അവധിക്കാലവും ഒന്നും ഇത് ആദ്യമായിട്ടല്ല വരുന്നത്, എല്ലാ കൊല്ലവും ഉണ്ട്. അല്ല എല്ലാ കൊല്ലം ഉണ്ടാവുക. എനിക്ക് വിഷു വേറെ ആയിരിക്കും, റംസാൻ വേറെ ആയിരിക്കും. റംസാൻ കഴിഞ്ഞിട്ടായിരിക്കും വിഷു വരെ, അല്ലെങ്കിൽ വിഷു കഴിഞ്ഞിട്ടായിരിക്കും റംസാൻ വരെ. ഇത് രണ്ടും ഒന്നിച്ച് വന്ന സമയത്ത് വെക്കേഷൻ വന്ന് ചൂട് കാലം, പുറത്തേടിയും പോകാൻ പറ്റാത്ത അവസ്ഥ, അതെല്ലാം ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഗുണങ്ങളാണ്. ചില സമയത്ത് ഇതേ അവസ്ഥ തന്നെ ഒരു മഴ പെയ്താൽ ഇതെല്ലാം അങ്ങോട്ട് പോവുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നികേഷ്, ഈ OTT പ്ലാറ്റ്ഫോമും കേരളത്തിലെ തിയേറ്ററുകാർക്ക് ഒരു ഭീഷണിയാവുന്ന നമുക്ക് ആദ്യം തോന്നലുണ്ടായിട്ടുണ്ടെങ്കിലും മലയാള ഇൻഡസ്ട്രിക്ക് ഇപ്പൊ ഏറ്റവും ഗുണം ചെയ്യുന്നത് OTT പ്ലാറ്റ്ഫോം ഉണ്ടത്. കാരണം ലോകം മുഴുവനും മലയാള സിനിമ കാണാനുള്ള ഒരു അന്യഭാഷക്കാർ പടം കാണുന്നുണ്ട്. അതായത് ഈ OTT-യിലൂടെ കണ്ടവര് ഇപ്പൊ തിയേറ്ററിൽ പോയി മലയാള സിനിമ കാണാൻ തയ്യാറാകുന്നു എന്നാണോ ലിബർട്ടി ബഷീർ? അതെ. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പ്രേമലു തിയേറ്ററിൽ പോയി കണ്ട ആളല്ല, OTT-യിൽ കണ്ട ആളാണ്. പക്ഷെ എനിക്ക് തിയേറ്ററിൽ കാണാമായിരുന്നു എന്ന് തോന്നിയിരുന്നു പ്രേമലു. അപ്പൊ ആ നിലയിൽ നമുക്ക് നമ്മുടെ കാര്യം അതാണെങ്കിലും സ്വാഭാവിക അന്യ സംസ്ഥാനക്കാർക്ക് അത് തോന്നണമല്ലോ. നികേഷ്, ഇപ്പൊ കൊടുത്ത OTT കൊടുത്ത എല്ലാ പടങ്ങളും ഈ സമയത്ത് OTT കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ 100 ദിവസം ആഘോഷിക്കുന്നത് ഇപ്പൊ എല്ലാ 50 ദിവസം തേച്ചിപ്പോ ഈ 3 പടങ്ങളും 50 തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് OTT കൊടുത്തിട്ടില്ലെങ്കിൽ 100 ഡേയ്സ് ആഘോഷിക്കാൻ വേണ്ടിട്ട് യാതൊരു സംശയം ഉണ്ടാവില്ല. കാരണം OTT കൊടുക്കുന്ന അന്ന് വരെ തിയേറ്റർ ഫുള്ളായിട്ട് പോകുന്ന പ്രേമലൂലും മഞ്ഞുമല ബോയ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം OTT കൊടുത്തില്ലെങ്കിൽ 100 ഡേയ്സ് ആഘോഷിക്കുന്നത് യാതൊരു സംശയമില്ല. അതിന്റെ ഇത്രയും ഒരു എക്സ്പീരിയൻസ് കൊണ്ട് വരുന്നത്. പക്ഷെ OTT കൊടുത്തോണ്ട് ആ തിയേറ്ററിലെ കലക്ഷൻ അങ്ങോട്ട് സ്റ്റക്കായി പോയുണ്ട്. കാരണം ഒരു കാര്യം മനസ്സിലാക്കണം നികേഷ്, ഒരിക്കലും ഒരു സിംഗിൾ ആൾക്കാർക്ക് പടം കണ്ടൊരു ഹിറ്റാവില്ല. എപ്പോഴും റിപ്പീറ്റഡ് ഓഡിയൻസ് ഉണ്ടാവണം. ഒരു പടം ഹിറ്റാണെങ്കിൽ ലോകത്ത് ഇന്ത്യ സിനിമ വന്ന മുതൽ നോക്കിക്കോ, ഒരു സിനിമ ഹിറ്റാണെങ്കിൽ റിപ്പീറ്റഡ് ഓഡിയൻസ് ഉണ്ടാവണം. അത് ഇപ്പൊ അതൊക്കെ വന്ന് ഈ ഫഹദ് പടം 4-5 പ്രാവശ്യം കണ്ട ആൾക്കാരുണ്ട്. ബ്രസീലിന്റെ പടം 3-4 പ്രാവശ്യം കണ്ട ആൾക്കാരുണ്ട്. പ്രേമലൂര് 5 പ്രാവശ്യം 6 പ്രാവശ്യം കണ്ട ആൾക്കാരുണ്ട്. എല്ലാ പടങ്ങളും റിപ്പീറ്റഡ് ഓഡിയൻസ് ഉണ്ടായാൽ മാത്രം പടം ഒരു സൂപ്പർ ഹിറ്റിലേക്ക് കിടക്കും. അതാണ് ഒരു കിട്ടിയ ഗുണം. ഇപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് കുറച്ചുകൂടി ദിവസം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിക്കും സിനിമക്കും ഗുണം ചെയ്യുന്നത്. അവർക്ക് കിട്ടുന്ന പൈസ എപ്പോഴും ചെറിയ വ്യത്യാസം മാത്രം 5-10 ഒരു 50 കോടി അല്ലെങ്കിൽ 25 ലക്ഷം 25 ലക്ഷം 50 ലക്ഷത്തിന് വ്യത്യാസം മാത്രം എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടാൻ. തിയേറ്ററിൽ മാക്സിമം കൊടുക്കലാണ്. അത് മലയാള ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുക, ആർട്ടിസ്റ്റ് ഗുണം ചെയ്യൂ, തിയേറ്റർക്ക് ഗുണം ചെയ്യൂ, പ്രൊഡ്യൂസർ ഗുണം ചെയ്യൂ. അതിനാർക്കും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. Debate with MV Nikesh Kumar.